കുറച്ച് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് ഈ ഓണത്തിൻ്റെയും അതിനുശേഷമുണ്ടായ മറ്റ് പല സംഗതികളുടെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതല്ല, സമയം കിട്ടാതെ പോയതാണ്. സംഗതി കുറച്ച് ഗൗരവമുള്ളതാണ്. സംഭവമല്ല ഗൗരവം, അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഗൗരവം. സംഭവം എന്താണെന്ന് വെച്ചാൽ, വടക്കേ ഇന്ത്യയിൽ പ്രചാരമേറിയ ഒരു ഉത്സവമാണ് ഗണേശോത്സവം. നമ്മുടെ നാട്ടിൽ വിനായക ചതുർത്ഥി. ഇപ്പോൾ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗണേശൻ്റെ വലിയ പ്രതിമകളുണ്ടാക്കി അത് കൊണ്ടുപോയി പുഴയിലോ കടലിലോ തടാകത്തിലൊക്കെ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങ്. ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും സാമുദായിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇത് തുടങ്ങി വെച്ചത് ബാലഗംഗാധര തിലകനാണ്. അപ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികമായിട്ട് ഈ ഉത്സവം വടക്കേ ഇന്ത്യയിലുണ്ട്, ഇപ്പോൾ തെക്കേ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുമുണ്ട്. ആ ഗണേശോത്സവവും ശിവജി ഉത്സവവും തുടങ്ങി വെച്ചത് തിലകനാണ് എന്നാണ് പണ്ട് ചരിത്ര പുസ്തകത്തിൽ പഠിച്ചത്. വിനായക ചതുർത്ഥി അതിന് മുമ്പുണ്ട്. ഈ രീതിയിലുള്ള ഘോഷയാത്രകളും നിമജ്ജനവും ഒക്കെ ഒരു പക്ഷേ തിലകനായിരിക്കും തുടങ്ങിയത് എന്നെനിക്ക് തോന്നുന്നു. ഇത് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും വലിയ ആഘോഷം. മഹാരാഷ്ട്രക്കാർക്ക് ആ ഗണേശൻ എന്ന്, അതുപോലെ ഗണേശോത്സവം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള, വളരെ മതപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അഥവാ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന DY ചന്ദ്രചൂഡ് മഹാരാഷ്ട്രക്കാരനാണ്, ബ്രാഹ്മണനുമാണ്. അദ്ദേഹം സ്വന്തം വീട്ടിൽ ഒരു ഗണേശ പൂജ സംഘടിപ്പിച്ചു. അത് സ്വാഭാവികമാണ്. അതിൽ പല പ്രമുഖ വ്യക്തികളും വിളിച്ചിരുന്ന വിളിക്കപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയായിരുന്നു. മോഡി സാർ കൃത്യസമയത്ത് തന്നെ അവിടെ ചെല്ലുകയും പൂജയിൽ പങ്കെടുക്കുകയും. ചന്ദ്രചൂഡിൻ്റെ സഹധർമ്മിണി ഇദ്ദേഹത്തെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. അതൊക്കെ അവരുടെ സാധാരണ രീതിയാണ്. ഇതിൻ്റെ പടം സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചു. ഉടനെ തന്നെ ഇവിടെയുള്ള പല ആളുകളും വളരെ അസ്വസ്ഥരായി. മാധ്യമം, പത്രം അതിനെക്കുറിച്ച് മുഖപ്രസംഗം വരെ എഴുതി. മീഡിയ വൺ ചാനൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തി. മറ്റ് നവോത്ഥാന, മതേതര, പുരോഗമന ബുദ്ധിജീവികളൊക്കെ ഇതേക്കുറിച്ച് വളരെയധികം വാചാലരായി. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ തകർച്ചയാണ്, ച്യുതിയാണ്, അതുപോലെ ശൈഥില്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എല്ലാ അഭിപ്രായങ്ങളും വളരെ ന്യായമായിട്ടുള്ളതാണ്. പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാ ജയ്സിങ്ങിനെ പോലെയുള്ള വ്യക്തികൾ, അതുമല്ല കപിൽ സിബലിനെ പോലെയുള്ള ഭരണഘടനാ വിദഗ്ധന്മാർ, തുരന്തരന്മാരെല്ലാവരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആകെ അപകടത്തിലായി എന്ന്. ഈ ഗണേശ പൂജയിൽ വേറെ ആരെ വിളിച്ചാലും നരേന്ദ്രമോദിയെ വിളിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്നെ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം സുപ്രീം കോടതിക്ക് ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞു. നേരെ മറിച്ച് സംഘപരിവാർ ബുദ്ധിജീവികൾ, ഇതിനു മുമ്പ് KG ബാലകൃഷ്ണനും മറ്റു ആളുകളുമൊക്കെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് മറുപടി എഴുതാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇത് പുതിയ കാര്യമേ അല്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഗണേശ പൂജ നടത്തുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ വിളിക്കും. ചീഫ് ജസ്റ്റിസ് സമയമുണ്ടെങ്കിൽ പോകും, സമയമില്ലെങ്കിൽ പോകില്ല. ഇനി പാകിസ്ഥാൻ എംബസിയിൽ ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിക്കും. സൗകര്യമുള്ളവരവിടെ പോകും. പണ്ട് മുരളി മനോഹർ ജോഷി മറ്റുമൊക്കെ അവിടെ പോയിട്ട് ഈ പാകിസ്ഥാൻകാരുണ്ടാക്കിയ കബാബ് കഴിച്ച് എന്തൊരു സ്വാദാണ്, പാകിസ്ഥാൻകാരുടെ അത്രയും കൈപ്പുണ്യം ഇന്ത്യക്കാർക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ സാധാരണ സംഭവമാണ്. ഡൽഹിയിൽ ഹൈ സൊസൈറ്റിയിൽ സാധാരണ നടക്കുന്ന സംഭവമാണ്. ജഡ്ജിമാരുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ കേന്ദ്രമന്ത്രി വരെ വിളിക്കും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കും, പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, സ്പീക്കറെ വിളിക്കും, രാജ്യസഭ വൈസ് ചെയർമാനെ വിളിക്കും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്. അതിലൊന്നും ഒരു പുതുമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മതപരമായ ചടങ്ങുകളിൽ ചീഫ് ജസ്റ്റിസുമാർ വീട്ടിൽ നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് നടത്താം. അതിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഈ വിളിക്കപ്പെടുന്ന ആളുകൾക്ക് സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മകളുടെ കല്യാണം ഡൽഹിയിൽ വെച്ച് നടക്കും. അതിലായ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ വിളിക്കും. ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരുടെ കല്യാണത്തിന് നമ്മുടെ ലോക മഹാമുതലാളിയെ വിളിക്കും. മുതലാളി നേരിട്ട് വന്ന് പങ്കെടുക്കുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണൂട്ട് കണ്ടിട്ടുണ്ട്. ഈ മുതലാളിയുമായി ബന്ധപ്പെട്ട എത്ര കേസുകൾ ഹൈക്കോടതിയിലുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. മുതലാളി വാദിയായിട്ടുള്ളതുകൊണ്ട്, മുതലാളി എതിർകക്ഷിയായിട്ടുള്ളതുകൊണ്ട്, മുതലാളിക്ക് താല്പര്യമുള്ളതുകൊണ്ട്, മറ്റു പലതുമുണ്ട്. മുതലാളി എന്തിന് നിങ്ങൾ കല്യാണത്തിന് വിളിച്ചു, മുതലാളിയുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. വിളിക്കാത്ത ജഡ്ജിമാരുടെ കല്യാണം
ആ മകളുടെ കല്യാണവും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നാട്ടിൽ നിലയും വിലയുള്ള ആളുകളെ പലരും കല്യാണത്തിന് വിളിക്കും, സിനിമാ നടന്മാരെ വിളിക്കും, അല്ലെങ്കിൽ സമുദായ മുതലാളിമാരെ വിളിക്കും. ഇപ്പോൾ ജഡ്ജി ഈഴവനാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ വിളിക്കും, നടേശൻ മുതലാളിക്ക് സമയമുണ്ടെങ്കിൽ മുതലാളി വരും. ജഡ്ജി നായരാണെങ്കിൽ സുകുമാരൻ നായരെ വിളിക്കും. സുകുമാരൻ ചേട്ടൻ അങ്ങനെ കല്യാണത്തിന് പോകുന്ന ആളല്ല, എന്നാലും സമയവും സൗകര്യവും സന്ദർഭം ഉണ്ടെങ്കിൽ പുള്ളിയും പങ്കെടുക്കും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അതിനൊന്നും ആരും ഒരു അയിത്തം കൽപ്പിച്ചിട്ടില്ല. ഗണേശ പൂജയെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നതിൻ്റെ രാഷ്ട്രീയ വശമാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഒരാൾ പണ്ട് സെൻറ്റ് തോമസ് മൗണ്ടിൽ വന്നിട്ട് അവിടുത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് വളരെ ആവേശത്തോടെ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. ആളുടെ പേര് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ വഴിയെ പോകുന്ന എല്ലാവരും തെറ്റിദ്ധരിക്കും. ശ്രീ ജസ്റ്റിസ് സിറിയക് ജോസഫ്. അന്ന് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയാണ്. ഇദ്ദേഹവും കാത്തോലിക്ക തിരുസഭയും തമ്മിലുള്ള ബന്ധം സുവിദിതമാണ്. അദ്ദേഹം സെൻറ്റ് തോമസ് മൗണ്ടിൽ വന്ന് പ്രസംഗിച്ചത് വിശ്വാസം പറക്കടിയിൽ വെക്കാനുള്ളതല്ല എന്നാണ്. അദ്ദേഹം കുട്ടിക്കാലം മുതൽക്ക് ഈ സമുദായ സംഘടനകളുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന പങ്ക്, അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്ന രീതി, അദ്ദേഹം പിന്നെ ഏതേത് സ്ഥാനങ്ങൾ വഹിച്ചു, ഐക്കഫിൽ അല്ലെങ്കിൽ കാത്തോലിക്ക കോൺഗ്രസ്സിൽ ഒക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വിശ്വാസം പറക്കടിയിൽ വെക്കാനുള്ളതല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കത്തോലിക്കനാണ്, എൻ്റെ വിശ്വാസം ഞാൻ ഉയർത്തിപ്പിടിക്കും. ആർക്കും ഒരു വിഷമം തോന്നില്ല. ഇനി വിഷമം തോന്നിയവർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ സിറിയക്കിനെ പോലൊരു ജഡ്ജി ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം അദ്ദേഹം ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു. മറ്റു പല ആളുകളും പറയാറില്ല. പല ആളുകളും ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ വിശ്വാസം പറക്കടിയിലല്ല, മറ്റു പല സ്ഥലത്തും വെക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പങ്കെടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നതിൻ്റെ രാഷ്ട്രീയ വശമാണ്. രാഷ്ട്രീയ വശം എന്താ വെച്ചാൽ നരേന്ദ്രമോദി ഇത് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കോൺഗ്രസും കപിൽ സിബലും ഒക്കെ ഇദ്ദേഹം പങ്കെടുത്ത് തെറ്റായിപ്പോയി. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അവിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ എല്ലാം തന്നെ ടൈൻറ്റഡാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും അധികം വിമർശിക്കുന്ന അടുപ്പൂട്ടി ചർച്ച നടത്തിയ മീഡിയ വൺ ചാനൽ ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഉത്തരവ് കൊണ്ടാണ്. ഈ ഹൈക്കോടതിയിലെ 2 സിംഗിൾ ജഡ്ജിയും ഡിവിഷൻ ബെഞ്ചും ഇവർക്കെതിരായിട്ട് വിധിച്ചു. അതിൻ്റെ പുറത്ത് ഇവർ കൊടുത്ത പ്രത്യേക അനുമതി ഹർജി ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിലല്ല വേറെ ഏതെങ്കിലും ബെഞ്ചിലാണ് വന്നെങ്കിൽ ഇത് പൂട്ടിപ്പോയ ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ ചാനൽ തുറന്ന് പ്രവർത്തിക്കുന്നത്, അതിലിരുന്ന് ഇവർ ഇപ്പോഴും അടുപ്പ് കൂട്ടുന്നതും ചർച്ച ചെയ്യുന്നതും ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നതുകൊണ്ടുമാണ്. അതും പറയാം. അതുപോലെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ തീരൂ എന്ന് ശാഠ്യം പിടിച്ച ജഡ്ജിമാരിൽ ഒരാളാണ് ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഗണേശ പൂജ നടത്തി മോഡിയെ വിളിച്ചു എന്നുള്ളത് വേറെ കാര്യം. ഇനി ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ വശത്തേക്ക് വരാം. നരേന്ദ്രമോദി ഇത് വേറൊരു രീതിയിൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുള്ളി ഈ വക കാര്യങ്ങളിൽ വളരെ വിദഗ്ധനാണ്, വളരെ സമർത്ഥനാണ്, സൂത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചന്ദ്രചൂഡിൻ്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് ചന്ദ്രചൂഡിനെ സ്വാധീനിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെ വിചാരിക്കാൻ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ചന്ദ്രചൂഡിൻ്റെ കാലാവധി കഴിയാറായി. ഇനി ഏതാണ്ട് 1 മാസം കഷ്ടിച്ചേ ഉള്ളൂ അദ്ദേഹത്തിന്. ഈ 1 മാസത്തിനകത്ത് അത്ര വലിയ ഉത്തരവൊന്നും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടാൻ കേന്ദ്ര ഗവൺമെൻറ്റിനില്ല. സാധ്യത വളരെ കുറവാണ്. ഇത്തരം കാലം ഇരിക്കുകയും ഇവർക്ക് പരമാവധി ദ്രോഹകരമായ രീതിയിൽ വിധിക്കുകയും ചെയ്ത ചന്ദ്രചൂഡിൻ്റെ വീട്ടിൽ ഗണേശ പൂജയിൽ പങ്കെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത് വെച്ച് 10 വോട്ട് കിട്ടുമോ എന്ന് നോക്കാം. കാരണം മഹാരാഷ്ട്രക്കാരുടെ പരദേവതയായ ഗണേശ ഭഗവാന്റെ ഉത്സവത്തിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ ഞാൻ പങ്കെടുത്തു. മാത്രവുമല്ല കപിൽ സിബലും ഇന്ദിരാ ജയ്സിംഗും അതുപോലെ കോൺഗ്രസ് വക്താക്കളും എല്ലാവരും കൂടി ഇതൊരു വിവാദമാക്കി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോഴത്തെ പ്രശ്നം ചന്ദ്രചൂഡിന് വീട്ടിൽ പോയെന്നുള്ളതല്ല, ഗണേശോത്സവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തത് തെറ്റാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. എന്നാൽ പ്രധാനമന്ത്രിയായി ഞാൻ പറയുന്നു, ഞാൻ ഇനിയും ഗണേശോത്സവത്തിൽ പങ്കെടുക്കും. ഗണേശോത്സവം ഇന്ത്യയുടെ സാംസ്കാരിക തനിമയുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ഇതിൽ പങ്കെടുക്കുന്നതിന് വിമർശിക്കുന്നവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, ഗണേശ ഭഗവാന്റെ ശത്രുക്കളാണ് എന്ന ഒരു നറേറ്റീവ് ഈ BJPക്കാരും അവരുടെ
മറ്റ് എല്ലാ പ്രൊപ്പഗൻഡ മെഷർ ഉപയോഗിച്ച് അവരടിച്ച് പരത്തി മഹാരാഷ്ട്രയുടെ മൂക്കിലും മൂലയിലും വരെ എത്തിക്കും. ഇതാണ് ഇതിനകത്ത് രാഷ്ട്രീയം. ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാണ്ട് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചല്ല. അതൊരു വിഷയമേ അല്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചടങ്ങ് നടത്തുമ്പോൾ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കും, രാഷ്ട്രപതി ഭവനിൽ നടത്തുമ്പോൾ എല്ലാ ആൾക്കാരും പങ്കെടുക്കും. ഇത്ര കാര്യമുള്ളൂ. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ സമുദായവൽക്കരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഗുണഫലം, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം ഈ പറഞ്ഞ പോലുള്ള ആളുകൾ കൈവരിക്കും. ഈ കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ ചർച്ച നടന്ന ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു സംഗതി. നമ്മൾ മനസ്സിലാവാത്തതുകൊണ്ടാണോ, ഇനി അവരും കൂടി ചേർന്നിട്ടുള്ള കളിയാണോ എന്നറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.